ഒരു സിനിമയായാലും ഷോർട്ട് ഫിലിം ആയാലും അല്ലെങ്കിൽ അതുപോലെ ഏതൊരു കണ്ടന്റ് ആയാലും അതിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ അതിൻ്റെ സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പോസ്റ്ററിലൂടെ അതിൻ്റെ ടൈറ്റിൽ കാണാറുണ്ട്. അപ്പോൾ ഒരു പുതുമുഖ സംവിധായകൻ ചെയ്യുന്ന സിനിമയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ടൈറ്റിലും പോസ്റ്ററൊക്കെ വെച്ചിട്ടായിരിക്കും അതിനെ വിലയിരുത്തുന്നത്, എങ്ങനത്തെ സിനിമയായിരിക്കും വരാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ എക്സ്പെക്റ്റേഷൻ ചെയ്യുന്നത് അത് വെച്ചിട്ടായിരിക്കും. അപ്പം ഈ ഒരു ടൈറ്റിലിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് മച്ചാന്മാർ ഷോർട്ട് ഫിലിംസ് ഷോർട്ട് സ്റ്റോറി ഒക്കെ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ എഡിറ്റിംഗ് മൊബൈലിലായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ടൈറ്റിൽ ഈ നോർമലായിട്ട് ടെക്സ്റ്റ് എഴുതി കൊടുക്കാതെ ആ ഒരു കഥയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഒരു ടൈറ്റിൽ എങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് വീഡിയോ ചെയ്യുന്നവർക്ക് മാത്രമല്ല, ടൈപ്പോഗ്രാഫി നിങ്ങളുടെ ഫോട്ടോസിൽ ടൈപ്പോഗ്രാഫി ഇതുപോലെ ആഡ് ചെയ്യാനും ഈ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കൂട്ടർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുള്ള ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ അവസാനം വരെ കാണുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐസ് ഓപ്പൺ. ഇറ്റ്സ് മീ അൻഷാ നിസാർ. ലെറ്റ്സ് ഇൻട്രോ. ഞാനൊരു ഷോർട്ട് ഫിലിം ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് എനിക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ സ്ക്രിപ്റ്റ് ഒരു ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു നൈം എനിക്ക് കണ്ടെത്തണം. അപ്പോൾ ഞാൻ ആ ഒരു നൈം കണ്ടെത്തി. ആ നൈം എന്ന് പറയുന്നത് ക്യാമറ എന്നാണ്. അപ്പോൾ ഈ ഒരു ക്യാമറ എന്നുള്ള നൈം വ്യൂവേഴ്സ് കാണുമ്പോൾ അവർക്കറിയാം ഇതൊരു ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഇതിനകത്തുള്ളതെന്ന്. അപ്പോൾ അത് ഓക്കെ ആയി, നമ്മളൊരു നൈം കണ്ടുപിടിച്ചു. ഇനി ഈ ഒരു നൈമിനെ നമുക്ക് ടൈറ്റിൽ ഡിസൈൻ ചെയ്യാനാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം ചെയ്യാറുണ്ട്. നമ്മൾ ഈ മനസ്സിലുള്ള ഈ ഒരു ടൈറ്റിൽ, ഇപ്പോൾ ക്യാമറ എന്നുള്ളൊരു നൈം, ആ ഒരു നൈമിനെ നമ്മൾ ഒരു പേപ്പറിനകത്ത് ഏത് രീതിയിലാണ് ഇതിനെ നമുക്ക് വേണ്ടത്, അതായത് വിഷ്വലായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് നമ്മൾ വരച്ചെടുക്കണം, ഔട്ട്ലൈൻ വരച്ചെടുക്കണം. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. എൻ്റെ ഷോർട്ട് ഫിലിമായ ക്യാമറ എന്ന് പറയുന്ന ആ ഒരു നൈം ഞാനിവിടെ ഒരു വെള്ള പേപ്പറിൽ വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ എന്നുള്ള അക്ഷരത്തിന് ഒരു ക്യാമറ ഷേപ്പിലേക്ക് അവിടെ വരച്ചു. എന്നിട്ട് ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം മലയാളത്തിൽ ക്യാമറ എന്നെഴുതി. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്, ഞാൻ വരച്ചെടുത്ത ഔട്ട്ലൈൻ. ഈ ഒരു ഔട്ട്ലൈൻ ഞാൻ യൂസ് ചെയ്ത് ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കും. ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നേരെ നമുക്ക് PSCC മൊബൈൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ഔട്ട്ലൈൻ്റെ പുറത്തു കൂടി ഒരു ബ്ലാക്ക് ഷേപ്പ് വെച്ചിട്ട് ഈ ഒരു നൈം മൊത്തത്തിൽ നമ്മൾ ട്രേസ് ചെയ്തെടുക്കും. ഞാനൊരു ബ്ലാക്ക് ഷേപ്പ് വരച്ചു. ഈ ഷേപ്പിനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് നേരെ മൊത്തത്തിൽ ഞാൻ ഇതിനെ ട്രേസ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാനിവിടെ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കോപ്പി പേസ്റ്റ് ചെയ്ത് ഈ ഷേപ്പിനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താണ് ഞാൻ എല്ലാം അടുക്കി വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാണ് ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുടെ ഷേപ്പ് എല്ലാം നമ്മൾ അടുക്കി കഴിഞ്ഞു. ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് ബ്ലാക്ക് കളറിൽ നമ്മളുടെ ഉദ്ദേശിച്ച് നമ്മൾ വരച്ചു വെച്ചത് ഏകദേശം പകുതി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്യാമറ ഫ്ലാഷിൻ്റെ ഒരു ഐക്കൺ ഈ ഒരു സൈഡിലായിട്ട് കൊടുക്കണം. പോളിഗൺ ലാസർ ടൂൾ എന്ന് പറഞ്ഞ ഒരു ടൂൾ ഇതിനകത്തുണ്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് വരച്ചതാണ്. ഇതാണ് ഈ ഒരു ഷേപ്പ്. ഈ ഒരു ഷേപ്പ് എടുത്തുകൊണ്ട് വെച്ചു. ഇതിനകത്ത് ഒരു ഓറഞ്ചും ഒരു യെല്ലോയും ഒരു വൈറ്റും ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ഒരു കളറും കൊടുത്തു. ഓക്കെ, റെഡി. ഇനി നമുക്ക് ഈ ബ്ലാക്ക് ആയിട്ട് കിടക്കുന്ന ഈ ഒരു ടൈറ്റിലിനെ വൈറ്റ് ആക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ടൈറ്റിൽ ഒരു ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഔട്ട്ലൈൻ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി. സാധനം നമ്മൾ ടൈറ്റിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ടെക്സ്ചറുകളും അതുപോലെ തന്നെ കളറുകളും സ്ട്രോക്ക് ഇങ്ങനെയുള്ള ഇമ്പോസിങ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് ഈ ടൈറ്റിലിന് നിങ്ങൾക്ക് 3D പോലെയോ അല്ലെങ്കിൽ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്നതോ നിങ്ങളെ കണ്ടൻറ്റ് ഏതാണോ അതിനനുസരിച്ച്. ഇപ്പോൾ ഒരു ഹൊറൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെഡും ബ്ലാക്കൊക്കെ കയറി ഒരു വല്ലാത്തൊരു ഫീല് കൊടുക്കണ്ടേ. അപ്പം ഇത് എൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു ക്യാമറ എന്ന് പറഞ്ഞ ഒരു സ്റ്റോറിയാണ്, ക്രിയേറ്റീവായിട്ടുള്ള ജസ്റ്റ് സ്റ്റോറി. അപ്പോൾ അതിനകത്ത് ഈ ടൈറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ അത് ഓവറായി പോകും. അതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യത്തിനുള്ള സാധനം മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങളെ കണ്ടൻറ്റ് അങ്ങനത്തെ അല്ല, ഒരു ഹൊററും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ ടെക്സ്ചറുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ടെക്സ്ചറുകൾ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ കളറുകൾ യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ടെക്സ്റ്റിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് കളർഫുള്ളാക്കി നല്ല അട്രാക്റ്റീവ് ആക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളറും ടെക്സ്റ്റേഴ്സും ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ആഡ് ചെയ്യാം. ഞാൻ എൻ്റെ സ്റ്റോറിക്ക് അനുസരിച്ച് ഒരു സിമ്പിൾ ഐറ്റമാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റ് ആക്കി, ഇപ്പോൾ നമ്മൾ വൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഇനി ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് മൊത്തത്തിൽ ഒരു യെല്ലോയിഷ് കൊടുക്കാൻ പോകണം. യെല്ലോ കളർ, ജസ്റ്റ് ഒരു യെല്ലോ കളർ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഔട്ട്ലൈൻ ആയിട്ടുള്ള ഭാഗത്തൊക്കെ ഒരു വൈറ്റിൻ്റെ ഒരു ഫെദർ വീഴുന്നിടത്ത് ഒരു വൈറ്റും എല്ലാ അറ്റത്തും കാണും.
അപ്പോൾ ഇതാണ് എൻ്റെ മനസ്സിലുള്ളൊരു തീം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു യെല്ലോ കളർ കൊടുത്തു. ഓക്കെ, ഈ ഒരു ഔട്ട്ലൈൻ നമ്മൾ സെറ്റ് ആക്കുവാണ്. ഈ ഔട്ട്ലൈൻ ഒരു ജസ്റ്റ് ഒരു ഫെദർ ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി സെറ്റ് ആയിക്കോളും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഷാഡോയും കൂടെ കൊടുക്കാം. ഷാഡോയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ടൈറ്റിൽ റെഡി. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടൈറ്റിലാണ്. ഇതിനകത്ത് നമ്മൾ ഓവറായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ടെക്സ്ചറൊന്നും ആഡ് ചെയ്ത് ഓവറാക്കാത്തത്. വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ് ഈ ഒരു ടൈറ്റിൽ. അപ്പോൾ ക്യാമറ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ നിങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ കാ എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിനെ ഞാൻ ഇവിടെ ക്യാമറ എന്നുള്ള ഒരു ഷേപ്പാക്കിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ആ ഒരു സ്റ്റോറിക്ക് അനുസൃതമായിട്ട് നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച്. അപ്പോൾ ഞാനിവിടെ ഇത്രയേ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഈ ഒരു സാധനം PNG ഫോർമാറ്റിൽ ഞാനിവിടെ സേവ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ടൈറ്റിൽ ഡിസൈനിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇത് ഇപ്പം ഞാൻ ചെയ്തത് CC ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്റ്റെപ്പുകൾ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് നേരെ ഓട്ടോഡെസ്ക്, സ്കെച്ച് ബുക്ക് ഇതിനകത്തൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഡ്രോ ചെയ്ത് അതിനകത്ത് ജസ്റ്റ് കളറുകളൊക്കെ ഫില്ല് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സംഭവം നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചുള്ള സാധനവും റെഡിയാവും. മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ലിമിറ്റേഷൻസിൻ്റെയൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു കുഞ്ഞ് ടൈറ്റിലൂടെ ഡിസൈൻ ചെയ്തത്. ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച്, നിങ്ങളുടെ കണ്ടൻറ്റും കോൺസെപ്റ്റും അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന മച്ചാമാർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനലിലിരുന്ന വീഡിയോസ് ഇതുപോലത്തെ ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, ഫിലിം മേക്കിംഗ് കണ്ടൻറ്റുകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലി ചേരാം. അതുപോലെ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ഇടിവെട്ട് വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻഷാദ് നിസാർ.